ഹായ്. അപ്പം നമ്മുടെ കേരളത്തിലെ അവസ്ഥയൊക്കെ നമുക്കിപ്പോൾ അറിയാമല്ലോ. എന്തായാലും വെള്ളപ്പൊക്ക സമയമൊക്കെയാണ്. അപ്പം നല്ല മഴയൊക്കെ ആയിട്ട് ഇപ്പം നമ്മുടെ നാട്ടിലും ആണെങ്കിൽ കുറച്ച് ഏകദേശം നല്ല രീതിക്ക് തന്നെ വെള്ളമൊക്കെ കയറി വരുന്നുണ്ട്. അപ്പം നമ്മളത് ഭയങ്കര കഷ്ടതയിൽ ആണ്. പക്ഷേ നമ്മൾ എന്നാലും അത് കുറച്ച് എല്ലാവരും അതിന് സെക്യൂറായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, മുൻകരുതൽ എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മുടെ ഏരിയയിലൊക്കെ ഒന്ന് നോക്കാനായിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. അപ്പം ജസ്റ്റ് കയറി വരുന്നതേ ഉള്ളൂ, ഒത്തിരി വെള്ളം കയറിയിട്ടില്ല. അപ്പം നമ്മളത് ചെറുതായിട്ടൊക്കെ ഒന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങളുടെ പുറവശം നോക്കിക്കഴിഞ്ഞാൽ ഈ കണ്ടത്തിലൊക്കെ വെള്ളം പെട്ടെന്ന്, അതായത് പെയ്ത്ത് വെള്ളത്തിനേക്കാളും കൂടുതൽ ഒഴുകി വരുവാണ്. അതുകൊണ്ട് ഭയങ്കര ഇതൊരു 3-4 വീട്ടിലേക്കുള്ള വഴിയാണ്. ഈ വഴി കാണുന്ന വഴിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്തായാലും ഈ റോഡിലോട്ട് പോവാം. നമുക്ക് എന്തായാലും അങ്ങോട്ട് നോക്കി അവിടെ എത്രത്തോളം വെള്ളം ഉണ്ടെന്നൊക്കെ നോക്കാം. വണ്ടിയൊക്കെ അവർക്ക് അകത്തോട്ട് കയറ്റി വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവരിവിടെ വെച്ചിരിക്കുന്നത്. ഏകദേശം നല്ല രീതിക്ക് തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. അവിടുന്ന് ഇപ്പോൾ ആരെങ്കിലും വരുവാണെങ്കിൽ ആ വീട്ടിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ ഇത് കടന്നു വേണം വരാനായിട്ട്. 2-3 വീടുകളുണ്ട് ആ ഭാഗത്ത്. അവിടുന്ന് അകത്തുനിന്നുള്ള ആൾക്കാരാണ് ഒത്തിരി വരാനുള്ളത്. അവിടുന്ന് അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏകദേശം 2-3 ദിവസം ആയതേ ഉള്ളൂ വെള്ളം. ഇനിയും കുറച്ചുകൂടെ പൊങ്ങുവാണെങ്കിൽ നമ്മൾ ആ ഒരു പണ്ടത്തെ 2012 സമയത്തിൻ്റെയൊക്കെ ആ ഒരു ലെവലിൽ പൊങ്ങും. നമുക്കൊരു സൈക്കിളിൽ പോലും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ശരിക്കും. ഇപ്പം വലിയൊരു ആക്റ്റീവൊക്കെ ആണെങ്കിൽ ചിലപ്പം രാത്രിയൊക്കെ ആണെങ്കിൽ ചിലപ്പം ആക്സിഡൻ്റ് ഒക്കെ വരെ പറ്റാൻ സാധ്യതയുണ്ട്. രാത്രി കാലങ്ങളിലാണ് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ ഇഴജന്തുക്കൾ നടന്നു പോകുമ്പോഴൊക്കെയുള്ള ബുദ്ധിമുട്ടും ഉണ്ട്. എന്തായാലും ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ വെള്ളം കയറാൻ വേണ്ടി. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. നമ്മുടെ വീട്ടിലൊന്നും വെള്ളം കയറിയില്ല, പക്ഷെ നമുക്ക് വീട്ടിൽ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. 3 സൈഡിലും വഴി അടഞ്ഞു കിടക്കുവാണ്. ആ രീതിക്കാണ് വെള്ളം കയറുന്നത്. ഈ പേത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിലോട്ട് തന്നെ കയറും. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ അവസ്ഥ. ഇങ്ങനെ ഒരു രീതിക്കാണ് പോകുന്നത്. ഏകദേശം ഇപ്പം വെള്ളം നല്ല രീതിക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും രാത്രി എല്ലാവരും ഒരു കരുതലെടുക്കുക. കാരണം ഇത് ഒഴുക്ക് വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉള്ളവർ മാത്രമല്ല, കേരളം മൊത്തം ഇപ്പോൾ ഈ ഒരു അവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും ഒത്തിരി, അതായത് മാക്സിമം വീട്ടിൽ നിൽക്കാൻ നോക്കുക. പിന്നെ ഒത്തിരി ഇതായി കഴിഞ്ഞാൽ ക്യാമ്പിലൊക്കെ പോവുക. വീട്ടിൽ തന്നെ നിൽക്കുക എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കരുത്. പിന്നെ പ്രത്യേകിച്ച് ഈ പട്ടികൾ അങ്ങനെയൊക്കെയുള്ള മൃഗങ്ങളെ മാക്സിമം വെള്ളം വരുവാണെങ്കിൽ അഴിച്ചുവിടാൻ നോക്കുക. അപ്പോൾ എന്തായാലും എല്ലാവരും നല്ലതായിട്ട് കരുതലോടെ ഇരിക്കുക എന്നുള്ളതാണ് അല്ലേ, അല്ലാതെ കൂടുതലായിട്ട് ഇതിൽ പറയാനില്ല. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്തോ വെള്ളം കയറി ഇരിക്കുന്നതെന്ന്. പക്ഷേ അങ്ങനെയല്ല. ചെറുതായിട്ട് വെള്ളം കയറിയെന്ന് പറഞ്ഞാലും നമുക്കതൊരു പ്രശ്നം തന്നെ, എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അത് എനിക്ക് തോന്നിയപ്പോൾ അതുകൊണ്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ ഏരിയയിലൊക്കെ ഇതുപോലെ വെള്ളം കയറുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുക. പിന്നെ ആറ്റി കുളിക്കാൻ പോകുന്നതൊക്കെ തൽക്കാലം കുറച്ചാളത്തേക്ക് നിർത്തി വെക്കുക. അപ്പോൾ എന്തായാലും ചെറിയ വെള്ളപ്പൊക്കം ചെറിയതായിട്ട് ഇതാണേലും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. അത് അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ. അപ്പം എന്തായാലും സേഫായിട്ടിരിക്കുക എല്ലാവരും. അതെ. അപ്പം നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ബൈ.